വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് അടിപൊളി ഒരു വാൾ ഹാങ്ങിങ് ഗിഫ്റ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് ആദ്യമായിട്ട് ഞാൻ ഇതുപോലൊരു ബുക്ക് ബൈൻഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. സാധാ നോട്ട്ബുക്കിൻ്റെ ബൈൻഡ് എടുത്താൽ മതി. ആ ബൈൻഡിൽ ഞാനൊരു ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഹാർട്ട് ഷേപ്പ് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിന് കുറച്ച് പിസ്ത ഷെല്ലാണ് കേട്ടോ ആവശ്യം. പിസ്ത ഷെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്, മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ ബാക്കിയിരുന്നത്. അപ്പം പിസ്ത ഷെല്ല് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് ഓരോന്നായിട്ട് തിരിച്ചാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഈ ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റി. ഇത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചാൽ ലാസ്റ്റ് ഫൈനലായപ്പോഴാട്ടോ മനസ്സിലായത്. കളർ ചെയ്തപ്പോഴത്തേക്ക് പിസ്ത ഷെല്ലിൽ മാത്രമേ കളർ ആയുള്ളൂ. അല്ലെങ്കിൽ സ്പ്രേ പെയിൻ്റൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് സ്പ്രേ പെയിൻ്റ് ഇല്ല. അപ്പം ആക്രിലിക് പെയിൻറ്റ് ബ്രഷ് വെച്ച് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഈ പിസ്ത ഷെല്ലിൽ മാത്രമേ കളറായുള്ളൂ. അതിനകത്ത് ആ ബൈൻഡിൽ കളറായില്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ ബൈൻഡിൽ കളർ കൊടുത്തിട്ട് വേണം, അത് ഉണങ്ങിയ ശേഷം വേണം പിസ്ത ഷെല്ല് ഒട്ടിക്കാൻ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പം ഫൈനലി ചെയ്തെല്ലാം പറിച്ച് കളഞ്ഞിട്ട് കളർ അടിച്ചു കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണേ. അപ്പോൾ അതാണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് കളറിൽ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൽ വെച്ചിട്ട്, കാർഡ്ബോർഡല്ല കേട്ടോ, പേപ്പറിൻ്റെ ബൈൻഡാണേ. പേപ്പറിൻ്റെ ബൈൻഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ടാസൽസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ബൈൻഡിൽ ചുറ്റി എടുത്തിട്ട് അടിഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ മോൾഭാഗം കെട്ടിക്കൊടുക്കുകയാണേ. അപ്പം വളരെ എളുപ്പം ടാസൽസ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ടാസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചീപ്പി കൊടുക്കുകയാണ്. നല്ലോണം ചീപ്പി എടുക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ലെവലായത് കിട്ടുകയും ചെയ്യും. എക്സ്റ്റെൻഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന നമുക്ക് ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ നമ്മുടെ ടാസൽസ് ഉണ്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് കളർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഗോൾഡൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത് ഹാർട്ട്സിന്. റെഡ് കളർ വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് തോന്നി ഞാൻ ത്രെഡ് ഉപയോഗിക്കുന്നത്, ടാസൽസ് ഉപയോഗിക്കുന്നത് റെഡ് കളറല്ലേ, അപ്പം കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗോൾഡൻ കളർ കൊടുക്കുന്നത്. ലാസ്റ്റ് ഫൈനലൊക്കെ കിടുവാണ്. അപ്പം എന്ത് ചെയ്യണം, നിങ്ങളും ഗോൾഡൻ കളർ കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കളറൊക്കെ അടിച്ച് ഒന്ന് ഉണങ്ങി കിട്ടിയ ശേഷം ഇതുപോലൊരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫെവി ബോണ്ടാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് അതിനകത്ത് ഫെവി ബോണ്ട് തേച്ചിട്ട് നമ്മൾ ടാസൽസും നമ്മൾ ആ ഹാർട്ട് ഷേപ്പും ഒട്ടിച്ചു കൊടുക്കുവാണേ. ഫെവി ബോണ്ടാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടും, അതുകൊണ്ടാണ് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതാണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകത്ത് ആദ്യം ഗോൾഡൻ കളർ കൊടുക്കുമ്പോഴേട്ടോ ഈ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.